പ്രദീപ് വി നായർ, കഴിഞ്ഞ ദിവസത്തെ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ഏറെ വൈറലായിരുന്നു, ഏറ്റവും അധികം ശ്രദ്ധ നേടിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടക്ടർമാർക്കുള്ള ഒരു വീഡിയോ സന്ദേശമാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ മറ്റുള്ളവർക്കുള്ള ഡ്രൈവർമാർക്കും മറ്റുള്ളവർക്കുമുള്ള വീഡിയോ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. യാത്രക്കാരാണ് നിങ്ങളുടെ യജമാനന്മാർ, അതുപോലെ അവരോട് സൗമ്യമായി പെരുമാറുക, ദുശീലങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള സാരോപദേശങ്ങളാണ് നൽകുന്നത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നില്ലേ പൂർണ്ണമായും? തീർച്ചയായും. ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ഡിസംബർ അവസാനം ജനുവരിയോടനുബന്ധിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാർ KSRTC അധികാരത്തിലേക്ക് വരുന്നത്, മന്ത്രിയായി. KSRTCയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും അനുഭവിച്ച ജീവനക്കാരുടെ ഒരു കൂട്ടമാണ്. അവർ ജോലി ചെയ്യാത്തതിൻ്റെ ഫലമല്ല അവരനുഭവിക്കുന്നത്. കൃത്യമായും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളിൽ പോലും നന്നായി പണിയെടുത്ത് നല്ല രീതിയിൽ വരുമാനം, ഇപ്പോൾ തന്നെ ശരാശരി 200 കോടി രൂപയ്ക്ക് മുകളിൽ ശരാശരി വരുമാനം 220-250 കോടി രൂപ പോലും വരെ വരുമാനം എത്തിച്ച ജീവനക്കാരാണ് KSRTCയിലുള്ളത്. കഠിന അധ്വാനികളാണ്. ആ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതിയ പ്രതീക്ഷ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ വരവോട് ഉണ്ടായി എന്നുള്ളത് വളരെ പച്ച പരമാർത്ഥമാണ്, സത്യമാണ്. ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ടെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് KSTS-BMSനെ സംബന്ധിച്ചിടത്തോളം നല്ലതാര് ചെയ്താലും അതിനെ അംഗീകരിക്കുക, രാഷ്ട്രീയത്തിനപ്പുറം എന്നുള്ള ഒരു നിലപാട് എല്ലാ കാലഘട്ടത്തിലും എടുത്ത ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ആകെയുള്ള ഞങ്ങളുടെ മുദ്രാവാക്യം അത് വിശപ്പിൻ്റെ മുദ്രാവാക്യം മാത്രമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി വന്നതിന് ശേഷം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനങ്ങളിലൊന്ന് KSRTC ജീവനക്കാരൻ്റെ ശമ്പളത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ച ഒരു മന്ത്രിയാണ്. ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, KSRTCയിലെ മന്ത്രിയാവുന്നതിന് മുമ്പ് ഒരു MLA എന്ന നിലയിൽ, കേരളത്തിലെ ഒരു MLA KSRTCയിലെ ജീവനക്കാരൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് ആദ്യമായി ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ ഒരു പോസ്റ്റും അല്ലെങ്കിൽ ഒരു വീഡിയോയും ഷെയർ ചെയ്തത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ആ കാര്യത്തിൽ പ്രത്യേകമായ ഒരു മമതയുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യമായാലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായാലും അതൊന്നും ഒട്ടും മോശമല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ബാലകൃഷ്ണപിള്ള KSRTCയുടെ മന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ ഗണേഷ് കുമാർ മുൻകാലത്ത് KSRTCയുടെ മന്ത്രിയായിരുന്ന ഭരിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ്. ഒരുപാട് പരിഷ്കാരങ്ങളും അദ്ദേഹം അന്നവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല പരിഷ്കാരങ്ങളും പാളിയിട്ടുമുണ്ട് എന്ന് നമുക്ക് പറയുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഇതിൻ്റെ എല്ലാം അവസാനത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ തൊഴിലാളികളാണ്. സർവ്വസാധാരണക്കാരാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നതിൽ ബഹുഭൂരിപക്ഷം. എലൈറ്റ് ക്ലാസ് അല്ല KSRTCയുടെ വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്. സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ ജീവനോപാധി നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള യാത്രാ സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് KSRTCയുടെ പരമപ്രധാനം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സർവ്വസാധാരണക്കാരായ ഈ യാത്രക്കാരുടെ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സർവ്വസാധാരണക്കാരായ യാത്രക്കാർ അവരുടെ യാത്രാസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന അതിലും സാധാരണക്കാരായ ജീവനക്കാർ ഇന്നിപ്പോൾ 25,000 ഇഷ്ടം വരുന്ന 25,490 ജീവനക്കാരാണ് KSRTCയിൽ. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ എല്ലാ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനുകൾ കഴിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ റിട്ടയർമെൻ്റ് ആയ ജീവനക്കാരുടെ അല്ലെങ്കിൽ അവർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം KSRTCയിൽ വലിയ ചോദ്യചിഹ്നമാണ്. 3,500 കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി കടമെടുത്ത് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ KSRTC ജീവനക്കാരന് ഇന്ന് റിട്ടയറായ നാളെ മുതൽ എന്ത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ KSRTCയിലെ സർവ്വസാധാരണക്കാരായ ജീവനക്കാരൻ്റെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജനങ്ങളുമായി ജനോപകാരപ്രദമായ ഒരു ജനങ്ങൾ യജമാനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. അങ്ങനെ ജനങ്ങൾ യജമാനന്മാരാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സർവീസ് നടത്തിവെക്കുക. വളരെ ചെറിയ, ഇപ്പോൾ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ളതുപോലെ ചെറിയൊരു ന്യൂനപക്ഷം ഒരുപക്ഷെ അതിന് വ്യത്യസ്തമായി ഉണ്ടാവും. അതിനെല്ലാം പർവ്വതീകരിച്ച് അതെല്ലാമാണ് KSRTC എന്ന് വരുത്തി തീർക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. പരിഷ്കാരങ്ങളോടൊപ്പം തന്നെ ജീവനക്കാരൻ്റെ അവൻ്റെ ജീവിതാവസ്ഥകൾ മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിഷ്കാരങ്ങളും കൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരുകളും ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ആമുഖമായി പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ശമ്പളത്തിൻ്റെ കാര്യമാവട്ടെ, അവൻ്റെ ആനുകൂല്യങ്ങളുടെ കാര്യമാവട്ടെ, ശമ്പളം ഇപ്പോൾ കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസം 30-ാം തീയതി, ലാസ്റ്റ് 31-ാം തീയതി കിട്ടേണ്ട ശമ്പളം നമുക്ക് ലഭിക്കുന്നത് മെയ് മാസം 14-ാം തീയതി ആദ്യത്തെ ഗഡു ലഭിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ തുറക്കാറായ സമയം എൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന KSRTCക്കാരൻ ആവലാതികൾ നിരന്തരം ഉയർത്തിയതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ മാസത്തെ ഏപ്രിൽ മാസത്തെ ശമ്പളം മെയ് മാസം അവസാനം ലഭിക്കേണ്ടി വരുന്നത്. ഇത് ഒരു ശമ്പളത്തിൻ്റെ മാത്രം കാര്യമല്ല, അവൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. അവൻ്റെ ലോണിന് പിടിക്കുന്ന പൈസ കൃത്യമായി ലോൺ അടയ്ക്കുന്നില്ല. PFൻ്റെ വിഷയങ്ങളുണ്ട്. അവൻ്റെ NPS എന്ന് പറഞ്ഞാൽ വലിയ കുഴിച്ച് 300 കോടി രൂപ അവൻ്റെ കയ്യിൽ നിന്ന് പ്രതിമാസം പിടിക്കുന്ന 300 കോടി രൂപയുടെ ആ
NPS കുടിശ്ശിക കിടക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ അവകാശങ്ങളും ഞങ്ങളുടെ ശമ്പളവും മാത്രവുമല്ല ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. ഇത്തരം പ്രതിസന്ധികളിലൂടെ ഓടുന്ന ജീവനക്കാരാണ്, അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ജീവനക്കാരാണ് ഈ യാത്രക്കാരെയും സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ബഹുമാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടവർ. അത്രയധികം വേദനയോടെ ബുദ്ധിമുട്ടോടുകൂടി ഓരോ ദിവസവും കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും അവൻ്റെ മനസ്സിൽ നീറുന്ന വേദനയായിട്ടാണ് അവൻ ജോലിക്ക് കയറി വരുന്നത്. അങ്ങനെ ജോലിക്ക് കയറി വരുന്ന കണ്ടക്ടർ ആവട്ടെ ഡ്രൈവർ ആവട്ടെ ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരുമായി അവൻ സംവദിക്കേണ്ടി വരുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ നൂറുകണക്കിന് കിലോമീറ്റർ ഓടിക്കേണ്ടി വരുന്നു. അവൻ്റെ മാനസികാവസ്ഥയും അവൻ്റെ ശാരീരിക അവസ്ഥയും കൂടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ പരിഷ്കാരങ്ങളോടൊപ്പം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള അവൻ്റെ ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടെ എടുക്കണമെന്നുള്ള കാര്യത്തിൽ ആണ് ഞങ്ങൾക്ക് ഇന്നത്തെ അഭിപ്രായമായി പറയുന്നത്. വ്യക്തമാണ് ശ്രീ പ്രദീപ് വി നായർ.